നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഒരു സത്യം തിരിച്ചറിയുക. ഇത് വെറുമൊരു കെട്ടിടത്തിന്റെ കഥയല്ല. ഇതതിന്റെ ഉള്ളിൽ ശ്വാസം നിലച്ചുപോയ ഒരു ഭീകര സത്യമാണ്. കീഴേടത്ത് തറവാട് അതൊരു വീടായിരുന്നില്ല. അതൊരു ദാരുണമായ കൊലപാതകത്തിന്റെ സ്മാരകമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ ഭിത്തികൾക്ക് സ്വന്തം ഉടമയെ തൂക്കിലേറ്റിയ കയറിന്റെ രക്തം മണത്തു. പുളിച്ച മഞ്ഞ നിറമുള്ള ഈർപ്പം തളം കെട്ടിയ അന്തരീക്ഷം. പുറമേ നിന്ന് നോക്കിയാൽ പായൽ പിടിച്ച ഭിത്തികളിൽ കാലം ഒട്ടിച്ചുവച്ച നിശബ്ദത മാത്രം. എന്നാൽ അതിൻ്റെ അകത്തളങ്ങളിൽ സമയം 1980-ലെ ആ അർദ്ധരാത്രിയിൽ ഉറഞ്ഞുപോയിരിക്കുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ നോവലിലേക്ക് പ്രവേശിക്കുമ്പോൾ തറവാടിൻ്റെ പ്രധാന വാതിൽ താനേ അടഞ്ഞേക്കാം. ഇവിടെ ഇരുട്ട് നിങ്ങളെ വിഴുങ്ങും. നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. ഇവിടെ തണുപ്പ് നിങ്ങളുടെ അസ്ഥികളിൽ തുളച്ചുകയറും. ഏറ്റവും ഭയാനകം വടക്കേ മുറിയിൽ നിന്ന് ഇപ്പോഴും കേൾക്കുന്ന ആ ശബ്ദമാണ്. കഴുത്തിൽ കയർ മുറുകിയ ഒരുവന്റെ കാൽപ്പാടുകൾ നിലത്തുരഞ്ഞ് നീങ്ങുന്ന ഭാരമില്ലാത്ത ഒരനക്കം. അതൊരു മുന്നറിയിപ്പാണ്. കാരണം കീഴേടത്ത് തറവാട് സ്വന്തം അവകാശം തേടി ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വാഹകനായേക്കാം. ഇനി പിൻവാങ്ങാൻ സമയമില്ല. തൃശൂർ ജില്ലയിലെ പഴയകാവ്. പേര് സൂചിപ്പിക്കും പോലെ കാലം പിറകോട്ട് നടന്ന ഒരു ഗ്രാമമായിരുന്നു. മണ്ണിന്റെ മണവും കടുപ്പമുള്ള പനയോലപ്പുരങ്ങളും കരിങ്കൽ പാകിയ വഴികളും നിറഞ്ഞ ഒരിടം. അവിടത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ പേറി കീഴേടത്ത് തറവാട് നിന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തട്ടകങ്ങളും ഇരുണ്ട തടിപ്പണികളും ആഴത്തിലുള്ള കിണറും അപ്പോഴും തറവാടിന് ഒരു രാജകീയ പ്രൗഢി നൽകിയിരുന്നു. എന്നാൽ ആ പ്രൗഢിക്കടിയിൽ കാലങ്ങളായി അളിഞ്ഞുപോയ ഭയത്തിന്റെ ഒരു ദുർഗന്ധമുണ്ടായിരുന്നു. അത് 1980-ലെ ഒരു കാർത്തിക രാത്രിയായിരുന്നു. ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. പേമാരി അതിൻ്റെ സംഹാരതാണ്ഡവം തുടങ്ങിയിരുന്നു. മഴത്തുള്ളികൾ ഓടിട്ട മേൽക്കൂരയിൽ വീഴുന്ന ശബ്ദം ഒരു വലിയ പെരുമ്പറ കൊട്ടുന്നതുപോലെ മുഴങ്ങി. കിഴക്കേ മുറിയിൽ വാസുദേവൻ നമ്പൂതിരിയും ഭാര്യ സുഭദ്രയും അവരുടെ ഒരു വയസ്സുകാരൻ മകൻ ഹരിശങ്കരും ഒരുമിച്ച് കിടന്നു. പേടിപ്പെടുത്തുന്ന മഴയുടെ താളത്തിനപ്പുറം ആ മുറിയുടെ ഭിത്തികൾക്കുള്ളിൽ നിന്നൊരു തണുപ്പ് വാസുദേവന്റെ കഴുത്തിലേക്ക് ഇഴഞ്ഞു കയറി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇരുട്ടിൽ തുറിച്ചു നിന്നു. പെട്ടെന്നാണ് ആ ശബ്ദമുയർന്നത്. മഴയുടെ ഇരമ്പലിനെ കീറിമുറിച്ചുകൊണ്ടൊരലർച്ച. ഇതെന്റേതാണ്. ഇത് കീഴ്ക്കാം തൂക്കായ ഒരുവന്റെ ശാപമാണ്. നിങ്ങൾക്കിവിടെ ഒരു അവകാശവുമില്ല. ശബ്ദം ആരുടേതായിരുന്നു? അത് വാസുദേവന്റെ സ്വന്തം പൂർവികന്റേതായിരുന്നു, കേശവഭദ്രന്റെ. ആ സ്വരം വെറും മനുഷ്യന്റേതായിരുന്നില്ല. അത് ഇരുമ്പ് ദ്രവിക്കുന്നതുപോലെ, എല്ലുകൾ പൊട്ടുന്നതുപോലെ ആഴത്തിലുള്ളൊരു വിങ്ങലായിരുന്നു. ആ ശബ്ദം കേട്ട നിമിഷം സുഭദ്രയുടെ ദേഹമാകെ മരവിച്ചു. അവർക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. വിളക്കിന്റെ മഞ്ഞ വെളിച്ചം വിറച്ചു. ഹരിശങ്കർ കിടന്നിരുന്ന കട്ടിലിന്റെ കാലിനടിയിൽ കറുത്ത ഭാരമില്ലാത്തൊരു നിഴൽ രൂപം വായുവിൽ തെന്നി നീങ്ങുന്നതിന്റെ ഒരുതരം ഊർന്നുവിരൽ ശബ്ദം കേട്ടു തുടങ്ങി. ആ ഭീകരരൂപം തറവാടിന്റെ വടക്കേ മുറിയിൽ നിന്ന് കിഴക്കേ മുറിയിലേക്ക് നീങ്ങുകയായിരുന്നു. തറയിൽ തട്ടുന്ന ശബ്ദമില്ല. പകരം ഭാരമില്ലാത്തൊരു ശരീരം വായുവിൽ ഉരസി നീങ്ങുന്നതിന്റെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ശബ്ദം. ചുമരുകളിൽ തട്ടി ആ ശബ്ദം പ്രതിധ്വനിച്ചപ്പോൾ വാസുദേവൻ നമ്പൂതിരി മാനസികമായി തകർന്നു. അദ്ദേഹത്തിന്റെ യുക്തിക്കു മുന്നിൽ അന്ധകാരം മാത്രം. ആ ഭീകരരൂപം വെറും ഭീഷണി മുഴക്കുകയായിരുന്നില്ല. അത് ഭൗതികമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അടുക്കളയിലെ കല്ലടുപ്പിന്റെ മുകളിൽ വെച്ചിരുന്ന ഊട്ടുപാത്രം ഒരു അദൃശ്യശക്തിയാൽ ഉയർന്ന നിലത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. വാതിൽപ്പാളികൾ അതിഭീകരമായൊരു ശക്തിയാൽ അകത്തേക്ക് പറന്നു വീണു. മേൽക്കൂരയിലെ നരം തികച്ചും അസ്വാഭാവികമായി നടുവെ പിളർന്ന് നിലത്തേക്ക് പതിച്ചു. തറവാടിന്റെ ഓരോ മൂലയിലും കല്ലുകളും പാത്രങ്ങളും സ്വയം പൊട്ടിത്തെറിക്കുന്നതുപോലെ ശബ്ദങ്ങൾ ഉയർന്നു. സുഭദ്ര കയ്യിലുണ്ടായിരുന്ന ഹരിശങ്കരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാസുദേവന്റെ കൈകളിൽ പിടിച്ചു. ഓടണം, നമുക്ക് രക്ഷപ്പെടണം. ഈ വീട് അയാളുടേതാണ്. എല്ലാം ഉപേക്ഷിച്ച് നിലച്ച ഹൃദയമിടിപ്പോടെ ആ നിമിഷം ആ പേമാരിയിൽ അവർ നഗരത്തിലേക്ക് ഓടിമറഞ്ഞു. അവർ തിരികെ വരാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ തറവാട് പിന്നിൽ ഇരുട്ടിൽ നിന്നു. കാലം ഒരുപാട് മുന്നോട്ടു പോയിരിക്കുന്നു. ഹരിശങ്കർ ഇപ്പോൾ 41 വയസ്സ്. ഒരു IT കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. മൾട്ടിനാഷണൽ കമ്പനികളുടെ ശീതീകരിച്ച ഓഫീസുകളിൽ വളർന്ന അദ്ദേഹത്തിന് ഭൂതപ്രേതങ്ങളെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചുമുള്ള കഥകൾ വെറും നാടോടി കഥകളും
അന്ധവിശ്വാസങ്ങളുമായിരുന്നു. യുക്തിവാദമാണ് അദ്ദേഹത്തിന്റെ കവചം. അമ്മ സുഭദ്ര മകനോട് പറയാൻ ശ്രമിച്ച അവസാന വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയത്തിന്റെ തണുപ്പുണ്ടാക്കി. ഹരി, നീ അങ്ങോട്ട് പോകരുത്. ആ വീട് നമുക്ക് വേണ്ട. അവിടെയുള്ളത് അത് മനുഷ്യനല്ല, അത് നിന്നെയും നിന്റെ ഭാര്യയെയും വേട്ടയാടും. സുഭദ്രയുടെ കണ്ണുകളിൽ 44 വർഷം മുൻപുള്ള ഭയം കട്ട പിടിച്ചു നിന്നിരുന്നു. വിവാഹശേഷം കുലദേവതാക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഹരിശങ്കർ ഭാര്യ ദേവികയുമായി പഴയകാവിലേക്ക് പോയത്. ദേവിക ഭർത്താവിനെപ്പോലെ തന്നെ ആധുനിക കാഴ്ചപ്പാടുള്ളവളായിരുന്നു. പക്ഷേ ഗ്രാമത്തിന്റെ നിശബ്ദത അവളിൽ ചെറിയൊരു അസ്വസ്ഥതയുണ്ടാക്കി. ഗ്രാമത്തിലെത്തിയപ്പോൾ അന്തരീക്ഷം വല്ലാതെ ഭാരം കൂടിയതുപോലെ തോന്നി. കീഴടത്ത് തറവാടിന്റെ പരിസരത്തുള്ള വീടുകളിൽ പോലും ആളുകൾ പുറത്തേക്ക് വരാൻ മടിച്ചു. അവർ ഹരിശങ്കരനെയും ദേവികയെയും ഭയത്തോടെ ഒരു തരം ദുരന്തം കാത്തിരിക്കുന്നത് പോലെ വലയം ചെയ്തു. ആരും നേരിട്ട് സംസാരിച്ചില്ല. പകരം അവരുടെ കണ്ണുകൾ മാത്രം പരസ്പരം സംസാരിച്ചു. എന്തിനാണ് നിങ്ങൾ ഈ മരണക്കിണിയിലേക്ക് തിരിച്ചു വരുന്നത്? ഹരിശങ്കറിന്റെ കസിൻ കൃഷ്ണൻ ഭയം നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. കൃഷ്ണന്റെ മുഖത്തെ പേടി കണ്ടാൽ അദ്ദേഹം കഴിഞ്ഞ രാത്രിയും ആ വീടിന്റെ ഭീകരത അനുഭവിച്ചറിഞ്ഞതുപോലെ തോന്നും. രാത്രികാലങ്ങളിൽ ഇപ്പോഴും കരച്ചിൽ കേൾക്കാം ഹരി. അതൊരു കുട്ടിയുടെ നിലവിളി പോലെ തുടങ്ങും. പിന്നെ അതൊരു പുരുഷന്റെ ഭ്രാന്തമായ അലർച്ചയായി മാറും. അകത്ത് കയറി ആർക്കും 10 സെക്കൻഡിൽ കൂടുതൽ അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്വാസം മുട്ടുന്നതുപോലെ, നെഞ്ചിലൊരു കയർ മുറുകുന്നതുപോലെ അവർക്ക് അനുഭവപ്പെടും. കൃഷ്ണന്റെ സ്വരം ഇടറി. ദയവായി എന്റെ വീട്ടിൽ നിൽക്കണം. നിങ്ങൾ തിരിച്ചു പോകണം. ഹരിശങ്കറിന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. കൃഷ്ണ, അന്ധവിശ്വാസം പറയരുത്. എനിക്ക് വേണ്ടത് എന്റെ തറവാടാണ്. ശാസ്ത്രം പുരോഗമിച്ച ഈ കാലത്തും ഇത്തരം അനാചാരങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനാണ്? ശബ്ദങ്ങൾ, അത് കാറ്റിൻ്റേതാവാം, അല്ലെങ്കിൽ ചിതലിൻ്റേതാവാം. ഞങ്ങൾ കീഴടത്ത് തറവാട്ടിൽ തന്നെ താമസിക്കും. അയാളുടെ യുക്തിയുടെ കവചം ഉറച്ചതായിരുന്നു. എന്നാൽ തറവാടിന്റെ പ്രധാന വാതിൽക്കൽ വെച്ച് കാറ്റിനുപോലും അനക്കമില്ലാത്ത ആ പകൽ വെളിച്ചത്തിൽ ഒരു തണുത്ത നിഴൽ തങ്ങളെ ചുറ്റിപ്പടരുന്നതായി ദേവികയ്ക്ക് തോന്നി. അതൊരു സ്വാഗതമായിരുന്നില്ല, അതൊരു മുന്നറിയിപ്പായിരുന്നില്ല, അതൊരു കെണിയായിരുന്നു. ഹരിശങ്കർ ഒട്ടും മയമില്ലാതെ കീഴടത്ത് തറവാടിന്റെ മുന്നിൽ ചെന്ന് നിന്നു. 40 വർഷം മുമ്പ് അടച്ചുപൂട്ടപ്പെട്ട ആ പ്രധാന വാതിൽ, അതിൽ ദ്രവിച്ചുപോയ ഇരുമ്പിന്റെ വലിയ പൂട്ട്. യുക്തിയുടെ ശക്തിയിൽ ഹരിശങ്കർ ചുറ്റികയെടുത്ത് പൂട്ട് തകർത്തു. ദീർഘകാലത്തെ മൗനത്തിനു ശേഷം ക്രഞ്ച് എന്നൊരു ശബ്ദത്തോടെ ആ കരിന്തടി വാതിൽ തുറന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് പുറത്തെ താപനിലയേക്കാൾ 10 ഡിഗ്രി കുറഞ്ഞതായി ദേവികയ്ക്ക് തോന്നി. അതൊരു സാധാരണ തണുപ്പായിരുന്നില്ല. അത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നെഞ്ചിൽ തറയ്ക്കുന്ന ഒരുതരം ഈർപ്പമുള്ള തണുപ്പായിരുന്നു. തറവാടിന്റെ ഉൾഭാഗം പൂർണ്ണമായും ഇരുട്ടിലായിരുന്നില്ല. കിഴക്കുവശത്തെ ജനലിലൂടെ അരിച്ചെത്തിയ മങ്ങിയ വെളിച്ചത്തിൽ ഉള്ളിലുള്ള ഭീകരമായ കാഴ്ച അവർ കണ്ടു. അവിടെ സമയം ശരിക്കും നിലച്ചുപോയതുപോലെയായിരുന്നു. ചുമരുകളിൽ 1980-ലെ അതേ പൊടിപടലങ്ങൾ. അടുക്കളയിലെ കല്ലെടുപ്പിൽ 40 പതിറ്റാണ്ട് പഴക്കമുള്ള ബാക്കി വന്ന ചോറ് കട്ടപിടിച്ച് കറുത്ത നിറമായി കിടന്നു. കോലായിൽ 40 വർഷം മുമ്പ് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ചിതറിക്കിടന്നു. ഹരിശങ്കറിന്റെ അച്ഛനും അമ്മയും ജീവൻ രക്ഷിക്കാൻ എത്ര ഭയത്തോടെയാണ് ഓടിപ്പോയതെന്ന് ഈ ദൃശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇത് വിശ്വസിക്കാനാവുന്നില്ല ദേവിക. ഇതെല്ലാം 1 മണിക്കൂർ മുമ്പ് ഉപേക്ഷിച്ച പോലെ കിടക്കുന്നു. ഹരിശങ്കറിന്റെ ശബ്ദം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. തന്റെ യുക്തിവാദത്തിന്റെ കവചം പൊടിഞ്ഞുപോകുന്നത് അയാൾ അറിഞ്ഞു. തറവാടിന്റെ നിശബ്ദത വെറുമൊരു നിശബ്ദതയായിരുന്നില്ല, അത് ശ്വാസമടക്കിപ്പിടിച്ച ഒരു ഭീകരമായ കാത്തിരിപ്പായിരുന്നു. അവശ്യ സാധനങ്ങൾ വാങ്ങാനായി ഹരിശങ്കർ പുറത്തുപോയപ്പോൾ ദേവിക തൂത്തുവൃത്തിയാക്കാനായി ഒരു ചൂലെടുത്തു. അവൾ കോലായിലൂടെ നടക്കുമ്പോൾ പുറകിലെ വരാന്തയിൽ ഒരു നിഴൽ കണ്ടു. അത് ഹരിശങ്കരനെപ്പോലെ തന്നെയുള്ള ഒരാളായിരുന്നു. എന്നാൽ അയാൾക്ക് ഹരിശങ്കരന്റെ ചിരിക്കുന്ന മുഖമല്ല, മറിച്ച് ദേഷ്യവും നിസ്സഹായതയും കട്ടപിടിച്ച ഒരു ഭാവമായിരുന്നു. ഹരി, അവൾ വിളിച്ചു. പ്രതികരണമുണ്ടായില്ല. അയാളുടെ രൂപം വടക്കേ മുറിയിലേക്ക് പോകുന്നത് അവൾ കണ്ടു. വടക്കേ മുറിയോ? തറവാട്ടിലെ ഏറ്റവും ഇരുണ്ട നിഗൂഢമായ മുറിയാണത്. അദ്ദേഹം എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാവും. ദേവിക സ്വയം ആശ്വസിച്ചു. അവൾ വടക്കേ മുറിയുടെ വാതിലിൽ ചെന്നു നിന്നു. ഇരുട്ടിൽ നിന്ന് ഒരു ചീഞ്ഞ മണം പുറത്തേക്ക് വന്നു. വാതിൽ തുറന്ന് അവൾ മുറിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ
ദേവികയുടെ ഹൃദയമിടിപ്പ് നിലച്ചു. അവിടെ ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന, കഴുത്തിൽ കയറ് മുറുകിയ, കണ്ണുകൾ തുറിച്ചുപിടിച്ച ഒരു മനുഷ്യൻ. അയാളുടെ ചലനം വെറും തൂങ്ങിക്കിടക്കലായിരുന്നില്ല. കാലുകൾ നിലത്തുറയ്ക്കാതെ വായുവിൽ തൂങ്ങിയാടി അയാൾ പതിയെ ദേവികയുടെ അടുത്തേക്ക് ഊർന്നിറങ്ങി വന്നു. അയാളുടെ കണ്ണുകൾക്ക് ഒരു ചുവന്ന തിളക്കമുണ്ടായിരുന്നു. ഈ തറവാട് എന്റേതാണ്, നിങ്ങളുടേതല്ല. നിങ്ങളിവിടെ മരിക്കും. അയാളുടെ ശബ്ദം ഒരു പഴയ മൺപാത്രം പൊട്ടുന്നതുപോലെയായിരുന്നു. ഭയം കൊണ്ട് ദേവികയുടെ തൊണ്ട വരണ്ടുപോയി. നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾ പിന്നിലേക്ക് ഓടാൻ ശ്രമിച്ച നിമിഷം തറവാടിന്റെ പ്രധാന വാതിൽ ഠപ്പേ എന്ന ഭീകരമായ ശബ്ദത്തോടെ സ്വയം അടഞ്ഞു. ദേവികയുടെ കഴുത്തിൽ ഒരു കനത്ത കയർ മുറുകുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ നെഞ്ചുകൂട് തകരുന്നതുപോലെ, ശ്വാസം നിലയ്ക്കുന്നതുപോലെ ഒരദൃശ്യ കയർ അവളെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചു. അവൾ ബോധനിഷ്ഠയായി തറയിലേക്ക് വീണു. മരണത്തെ മുഖാമുഖം കണ്ട ദേവികയുടെ നിലവിളി കേട്ട ഹരിശങ്കർ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് തറവാടിന്റെ പ്രധാന വാതിലിനടുത്തേക്ക് ഓടി. വാതിൽ താനെ അടഞ്ഞുകിടക്കുന്നു. അവന്റെ യുക്തിബോധം തകരുന്ന ഒരു നിമിഷമായിരുന്നു അത്. ഒരു കരിന്തടി വാതിൽ ഉള്ളിൽ നിന്ന് ഒരു ശക്തിയാൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഹരിശങ്കർ തന്റെ എല്ലാ ശക്തിയുമെടുത്ത് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചു. ഠപ്പേ, ഠപ്പേ, ഠപ്പേ. വാതിലിന്റെ ശബ്ദം ആ ഭീകരമായ നിശബ്ദതയെ ഭേദിച്ചു. നാലാമത്തെ ചവിട്ടിന് ആ പഴയ പൂട്ട് തകർന്ന് വാതിൽ തുറന്നു. അവൻ ഓടിച്ചെന്നത് വടക്കേ മുറിയിലേക്കാണ്. അവിടെ ദേവിക ബോധനിഷ്ഠയായി കഴുത്തിൽ എന്തോ മുറുകിയതിന്റെ പാടുപോലെ ചുവന്നു കിടന്നു. മുറിയിൽ ആരെയും കണ്ടില്ല. തന്റെ കണ്ണുകൾ തന്നെ കബളിപ്പിക്കുകയാണോ, അതോ ദേവികയുടെ ഭ്രാന്തായ തോന്നലുകളാണോ? ഇല്ല, ദേവികയുടെ കഴുത്തിലെ പാടുകൾ സത്യമായിരുന്നു. ഹരിശങ്കർ അവളെ വാരിയെടുത്ത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ആ തറവാടിന്റെ പടിയിറങ്ങി കൃഷ്ണന്റെ വീട്ടിലേക്ക് പാഞ്ഞു. കൃഷ്ണന്റെ വീട്ടിലെ കട്ടിലിൽ ബോധം തിരിച്ചു കിട്ടിയ ദേവിക സംസാരിച്ചത് ഭയത്തിൽ പുരണ്ട വിഭ്രാന്തിയിലായിരുന്നു. അത് ഹരിയല്ല. അയാൾ നിങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു. പക്ഷേ കണ്ണുകൾക്ക് തീയുടെ നിറമായിരുന്നു. അയാൾ എൻ്റെ കഴുത്തിൽ കയറിട്ടു. ആ കയർ ഇപ്പോഴും എന്നെ പിന്തുടരുന്നു. ദേവികയുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൾ വിരൽ ചൂണ്ടിയത് മുറിയുടെ ഒഴിഞ്ഞ കോണിലേക്കാണ്. അവിടെ ഒരു നിഴൽ രൂപം കട്ടികൂടി വീണ്ടും ഒരു മനുഷ്യന്റെ ആകൃതിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് അവൾ കണ്ടു. ഹരി എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും. അയാൾക്ക് എന്നെ ഇവിടെ വെച്ച് കൊല്ലാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടാണ് അയാൾ ചിരിക്കുന്നത്. എൻ്റെ ഭയമാണ് അയാളുടെ ഭക്ഷണം. ഹരിശങ്കർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദേവികയുടെ കൈകൾ സ്വയം എന്ന പോലെ ചലിച്ചു. അവൾ തൻ്റെ കഴുത്ത് സ്വയം മുറുക്കി. കയർ മുറുകുന്നു. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഹരിശങ്കർ ഞെട്ടിപ്പോയി. അവളുടെ കൈകൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ കൈകൾക്ക് അസാമാന്യമായ ബലം തോന്നി. തന്റെ ഭാര്യയല്ല ഈ പ്രവർത്തിക്കുന്നതെന്ന് ഹരിശങ്കറിന് മനസ്സിലായി. ഇത് കേശവഭദ്രന്റെ സാന്നിധ്യമാണ്. കഷ്ടപ്പെട്ട് അവളുടെ കൈകൾ മാറ്റിയപ്പോൾ ദേവികയുടെ കണ്ണുകൾ ഒരു നിമിഷം പൂർണ്ണമായും കറുത്തുപോയി. ആ കണ്ണുകളിൽ 40 വർഷം മുമ്പുള്ള ദാരിദ്ര്യവും ആത്മഹത്യാ ചിന്തയും അലയടിച്ചു. ഇവിടെ എൻ്റെ രക്തം വീണു. നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. എൻ്റെ വേദന ഇനി നിങ്ങളുടെ വേദനയാകും. ദേവികയുടെ വായിൽ നിന്ന് കേശവഭദ്രന്റെ ശബ്ദം പുറത്തുവന്നു. ഹരിശങ്കർ പരിഭ്രാന്തനായി പുറത്തേക്കോടി. കൃഷ്ണൻ ഭയത്തോടെ അടുക്കളയിലായിരുന്നു. കൃഷ്ണ, എനിക്ക് ആ പൂർവികനെക്കുറിച്ച് കൂടുതൽ അറിയണം. എവിടെയെങ്കിലും ഒരു തെളിവ്, ഒരു പഴയ പുസ്തകം, എന്തെങ്കിലും. കൃഷ്ണൻ ഭയത്തോടെ വിറയ്ക്കുന്ന കൈകളോടെ തറവാടിന്റെ പുറകുവശത്തുള്ള ഒരു പഴയ പൂജാമുറിയിലേക്ക് ഹരിശങ്കറിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചിതൽ തിന്ന് ദ്രവിക്കാൻ തുടങ്ങിയ ഓലക്കെട്ടുകൾക്കിടയിൽ കാലപ്പഴക്കത്താൽ മഞ്ഞളിച്ച ഒരു താളിയോല ഒളിപ്പിച്ചു വെച്ചിരുന്നു. കൃഷ്ണൻ വിറയലോടെ അത് തുറന്നു. അതിലെ എഴുത്തുകൾ കണ്ട ഹരിശങ്കറിന്റെ ശരീരം തണുത്തുറഞ്ഞു. അത് കേശവഭദ്രൻ തൂങ്ങിമരിക്കുന്നതിനു മുൻപ് എഴുതിയ അവസാന വാചകങ്ങളായിരുന്നു. കേശവഭദ്രന്റെ അവസാന വാചകം: എന്റെ ചോര വീണ ഈ മണ്ണിൽ എന്റെ പരമ്പരയിലെ ഒരാൾക്കും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ആത്മാവിനെ ഇവിടെ ബന്ധിക്കുന്നു. എൻ്റെ വീട് ഞാൻ ഉപേക്ഷിക്കില്ല. ഈ വീട് എൻ്റേതാണ്. ഈ വീട് എൻ്റേതാണ്. അതിനും താഴെ മറ്റൊരു കൈപ്പടയിൽ പഴയകാല പൂജാചാര്യൻ കുറിച്ച ഒരു ഭീകരമായ രഹസ്യം കൂടി എഴുതി ചേർത്തിരുന്നു. ആത്മാവിനെ പൂർണ്ണമായി തളയ്ക്കാൻ കഴിഞ്ഞില്ല. ഒരു ഭാഗം ആ മുറിയിൽ ഉറഞ്ഞുപോയിരിക്കുന്നു. ഈ വീടിന്റെ വാതിൽ തുറക്കുന്ന അടുത്തയാളെ ആ ശാപം പിന്തുടരും. കയറിന്റെ അടയാളം അതയാളുടെ ശരീരത്തിൽ പതിയും.
ഹരിശങ്കർക്ക് ദേവികയുടെ കഴുത്തിലെ പാടുകൾ ഓർമ്മ വന്നു. അത് കയറിന്റെ വെറും അടയാളമല്ല, അത് ശാപം അവിടെ തിരഞ്ഞെടുത്തതിന്റെ മുദ്രയാണ്. കീഴടത്ത് തറവാടിന്റെ മുറ്റത്ത് മന്ത്രവാദത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു. പേരും പെരുമയുമുള്ള ചെങ്കൽത്തൊടി നമ്പൂതിരി ചതുരാകൃതിയിൽ കൽകുകൾ പാകി അതിന്മേൽ കറുപ്പും ചുവപ്പും കലർന്ന പ്രത്യേക പൊടികൾ കൊണ്ട് ഭൈരവക്കോലം വരച്ചു. നമ്പൂതിരിയുടെ മുഖത്ത് ഉറച്ച ഭാവമുണ്ടായിരുന്നു. ഈ ശാപം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. അരണ്ട വെളിച്ചത്തിൽ നമ്പൂതിരി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ആദ്യത്തെ മന്ത്രങ്ങൾ ഉയർന്നപ്പോൾ മുറ്റമാകെ ഒരു തണുപ്പ് പരന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. കാറ്റ് ശക്തമായി വീശി. എന്നാൽ തറവാടിന്റെ വാതിൽക്കൽ ഒരു തുള്ളി പോലും ചലിച്ചില്ല. അത് ആത്മാവിന്റെ മൗനമായിരുന്നു. നമ്പൂതിരിയുടെ ശബ്ദം ഉയർന്നു. അദ്ദേഹം ശക്തിയോടെ മന്ത്രച്ചരടുകൾ തറവാടിന്റെ കൽക്കെട്ടിലേക്ക് എറിയാൻ തുടങ്ങി. അപ്പോഴാണ് ആ ഭീകരമായ പ്രതികരണമുണ്ടായത്. വടക്കേ മുറിയിൽ നിന്ന് ഇടിമുഴക്കം പോലെ ഒരു ഭ്രാന്തമായ ചിരി മുഴങ്ങി. ആ ചിരിയിൽ പരിഹാസവും ഭീഷണിയും അതിലുപരി അസംഖ്യം വർഷങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കയ്പുമുണ്ടായിരുന്നു. വാതിലടച്ചു പൂട്ടി എന്നെ തളച്ച പഴയ പൂജാരിയല്ല ഞാനിപ്പോൾ. കാലം മാറിയതറിയുന്നില്ലേ? നിങ്ങളുടെ മന്ത്രങ്ങൾ വെറും ശൂന്യതയാണ്. കേശവഭദ്രന്റെ സ്വരം ഒരു ലോഹത്തിന്റെ അലർച്ച പോലെ തറവാടിന്റെ കൽക്കെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. നമ്പൂതിരിയുടെ നെറ്റി വിയർത്തു. തന്റെ ഏലസിന്റെ ശക്തിക്കപ്പുറമാണ് ഈ ശക്തിയെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ തന്റെ കയ്യിലിരുന്ന രുദ്രാക്ഷമാലയിൽ ആഞ്ഞമർത്തി അവസാനത്തെ ശക്തിയോടെ ഒരു മന്ത്രം ഉരുവിട്ടു. അവിടെ ഒരു ഭീകരമായ കാഴ്ച അരങ്ങേറി. പൂജാസ്ഥലത്തെ അഗ്നിജ്വാലകൾക്ക് കറുത്ത നിറം വന്നു. നമ്പൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന മന്ത്രകുടങ്ങൾ വായുവിൽ ഉയർന്ന് തെക്കോട്ട് വലിച്ചെറിയപ്പെട്ടു. അതിനേക്കാൾ ഭീകരമായത് നമ്പൂതിരി തന്റെ കഴുത്തിൽ ധരിച്ചിരുന്ന മന്ത്രശക്തി നൽകിയ ഏലസ്. അത് ഉരുകിപ്പോയി. ഒരു തീപ്പരി പോലും ഏൽക്കാതെ അത് തീയിൽ വെച്ച പോലെ പുകഞ്ഞ് കത്തിയമർന്നു. നമ്പൂതിരിയുടെ നെഞ്ചിൽ ഒരു കയർ വലിഞ്ഞു മുറുകുന്നതുപോലെ അനുഭവപ്പെട്ടു. അയാൾ കഴുത്തിൽ പിടിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ദേവികയുടെ അതേ അവസ്ഥ. എന്റെ കയർ, നിനക്കും പങ്കുപറ്റാം പൂജാചാര്യ. എന്റെ വേദന. ഇതാ കേശവഭദ്രന്റെ ശബ്ദം നമ്പൂതിരിയുടെ തലച്ചോറിൽ ഒരു ചുറ്റിക പോലെ ആഞ്ഞടിച്ചു. ചെങ്കൽത്തൊടി നമ്പൂതിരി രക്തം ഛർദ്ദിച്ചു. ആ ഭീകരരൂപം അയാളെ മാനസികമായി കീറിമുറിച്ചു. ആ പഴയ മന്ത്രവാദി നിലത്തു വീണു. ശ്വാസം തിരികെ കിട്ടിയപ്പോൾ അയാൾ കണ്ണുകൾ തുറന്നു. അത് ഭയത്തിൽ പുരണ്ട ദയനീയമായ ഒരു നോട്ടമായിരുന്നു. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ഹരിശങ്കരനെയും കൃഷ്ണനെയും നോക്കി. ഓടുക, നിങ്ങൾ ഓടി രക്ഷപ്പെടുക. ഈ ആത്മാവിനൊരു ശാപമോക്ഷം നൽകാൻ എന്റെ ശക്തി മതിയാവില്ല. ഇത് വെറും ഭൂതമല്ല, ഇത് ശാപമാണ്. ഈ വീട് ആരെയും സ്വീകരിക്കില്ല. നമ്പൂതിരി ആ തറവാടിന്റെ പരിസരം വിട്ട് ഭയന്ന് ഓടിമറഞ്ഞു. ഇനി ഹരിശങ്കറും ദേവികയും ഒറ്റയ്ക്ക്. ഹരിശങ്കർ പൂർണ്ണമായും തകർന്നുപോയിരുന്നു. തന്റെ യുക്തിവാദവും ജീവിതത്തിലെ എല്ലാ വിശ്വാസങ്ങളും തറവാടിന്റെ പടിവാതിൽക്കൽ വെച്ച് ചെങ്കൽത്തൊടി നമ്പൂതിരിയെപ്പോലെ രക്തം ഛർദ്ദിച്ച് വീണുപോയിരുന്നു. ദേവികയുടെ വിഭ്രാന്തി ഓരോ നിമിഷവും വർദ്ധിക്കുന്നു. ഇനി ഒരൊറ്റ വഴി മാത്രം: കീഴടങ്ങുക, വീട് ആത്മാവിന് വിട്ടുകൊടുക്കുക. ദേവികയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ച് ഹരിശങ്കർ അവസാനമായി കീഴടത്ത് തറവാടിന്റെ മുറ്റത്തേക്ക് ചുവടുവെച്ചു. ഉച്ചവയിൽ പോലും ആ മുറ്റത്ത് തണുത്തുറഞ്ഞതുപോലെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. കേശവഭദ്ര, കേൾക്കുക. നിങ്ങൾ ഈ വീടിന്റെ അവകാശം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ ദാരിദ്ര്യത്തിന്റെയും മരണത്തിന്റെയും വീട് ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു, എന്നേക്കുമായി. അയാളുടെ വാക്കുകൾ ഒരു ദാരുണമായ പ്രതിജ്ഞയായിരുന്നു. ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന കീഴടുത്ത തറവാടിന്റെ പുതിയ ആധാരത്തിന്റെ കോപ്പി അയാൾ പോക്കറ്റിൽ നിന്നെടുത്തു. തീപ്പെട്ടി ഉരച്ച് അയാൾ ആ രേഖകൾക്ക് തീ കൊടുത്തു. കടലാസ് കത്തിയെരിഞ്ഞപ്പോൾ അതിൽ നിന്ന് കറുത്ത പുക തറവാടിന്റെ മേൽക്കൂരയിലേക്ക് ഉയർന്നു. ആ പുക കണ്ടതും തറവാടിന്റെ ഇരുണ്ട ജലലുകളിൽ നിന്ന് ഒരു അസംതൃപ്തമായ ചീളൽ ശബ്ദം കേട്ടു. അപ്പം വടക്കേ മുറിയിൽ നിന്നൊരു അതിശക്തമായ തണുത്ത കാറ്റ് വീശി. ആ കാറ്റ് ഹരിശങ്കറിനെ വലിച്ചെറിയുന്നത് പോലെ തോന്നി. അത് ശാപത്തിന്റെ ആത്മാവ് ഉടമസ്ഥാവകാശം കൈപ്പറ്റുന്നതിന്റെ ഒരുതരം അക്രമാസക്തമായ സൂചനയായിരുന്നു. താൻ വിജയിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹരിശങ്കർ ദേവികയുടെ കയ്യിൽ പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് നഗരത്തിലേക്ക് തിരിച്ച് യാത്ര തുടങ്ങി. താൻ വിജയിച്ചു എന്ന് ഹരിശങ്കർ വിശ്വസിച്ചു. ശാപം അവസാനിച്ചു. പക്ഷേ കാറിന്റെ ബാക്ക് സീറ്റിലിരുന്ന് ദേവികയുടെ വായിൽ നിന്നൊരു ശബ്ദമുയർന്നു. അതൊരു ചിരിയായിരുന്നു. ഭീകരമായ, നിയന്ത്രണം നഷ്ടപ്പെട്ട വിജയിയുടെ ചിരി. ഹരിശങ്കർ ഭയത്തോടെ കണ്ണാടിയിലൂടെ അവളെ നോക്കി. ദേവികയുടെ കണ്ണുകൾ ഇപ്പോഴും ഇരുണ്ട ചുവപ്പ് നിറമായിരുന്നു. അവളുടെ മുഖത്തു വന്ന ഭാവം നേരത്തെ വടക്കേ മുറിയിൽ കണ്ട തൂങ്ങിമരിച്ച രൂപത്തിന്റെ അതേ പുച്ഛം. അവകാശം കിട്ടി ഹരിശങ്കര.
ദേവികയുടെ വായിലൂടെ കേശവഭദ്രന്റെ സ്വരം മുഴങ്ങി. ഈ ചീഞ്ഞ മണ്ണിൽ ഞാൻ തളയ്ക്കപ്പെടില്ല. എനിക്ക് വാഹകനെ കിട്ടി. ഞാനിനി സ്വതന്ത്രനാണ്. ഈ വീട് എൻ്റേതാണ്. ഈ ശരീരം എൻ്റേതു മാത്രം, എൻ്റേതു മാത്രം. ദേവികയുടെ ചിരി ഉച്ചത്തിലായി. ഒരു കൂട്ടം കഴുകന്മാർ ഒരുമിച്ചിരുന്ന് ഇര പങ്കിടുന്നതുപോലെ. ശാപം വീടിനെ ഉപേക്ഷിച്ചും ദേവികയുടെ ശരീരത്തിൽ പൂർണ്ണമായും പ്രവേശിച്ചിരിക്കുന്നു. അവൾ തലച്ചോറിനുള്ളിൽ നിന്നൊരു ചെറിയ ശബ്ദമായി കേട്ടു. ഓടിപ്പോകാൻ ശ്രമിച്ചതിന് നിന്റെ കുടുംബം നൽകേണ്ടി വരുന്ന വിലയാണിത്. ഹരിശങ്കറിന് തല കറങ്ങുന്നത് പോലെ തോന്നി. ശാപം അവസാനിക്കുകയല്ല, അത് നഗരത്തിലേക്ക് തൻ്റെ കൂടെ യാത്ര തുടങ്ങി. അവൻ വേഗത കൂട്ടി. പക്ഷേ ബാക്ക് സീറ്റിൽ ഭ്രാന്തമായി ചിരിക്കുന്ന ദേവികയുടെ രൂപം കണ്ടപ്പോൾ താൻ കാറിൽ കയറ്റിയത് തൻ്റെ ഭാര്യയല്ല, തൻ്റെ പൂർവികന്റെ ശാപത്തെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. നഗരത്തിലെത്തിയ ഹരിശങ്കറിന്റെ ഫ്ളാറ്റ് പേരിന് മാത്രം ആധുനികമായി. അതിന്റെ ഭിത്തികളിൽ കീഴേടത്ത് തറവാടിന്റെ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. ദേവികയുടെ മാറ്റങ്ങൾ ഓരോ ദിവസവും ഭീകരമായിക്കൊണ്ടിരുന്നു. അവൾ തൻ്റെ പഴയ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു. പകരം അവൾക്ക് തറവാട്ടിലെ കട്ടികൂടിയ പരുപരുത്ത പരുത്തി വസ്ത്രങ്ങളോടായിരുന്നു താൽപ്പര്യം. വേഷത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും അവൾ മാറി. അവൾ പഴയ ഭൃത്യന്മാരോട് സംസാരിക്കുന്നതുപോലെ ഒരു തൃശൂർ ശൈലിയിൽ ആധിപത്യത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. രാത്രികാലങ്ങൾ ഹരിശങ്കറിന് ഉറക്കമില്ലാത്ത പേടിസ്വപ്നങ്ങളായിരുന്നു. ദേവിക കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കണ്ണുകൾ തുറന്നുപിടിച്ച് ചിരിക്കും. ആ ചിരിക്ക് തറവാടിന്റെ വടക്കേ മുറിയുടെ തണുപ്പും ഏകാന്തതയും ഉണ്ടായിരുന്നു. ആ ചിരി കേൾക്കുമ്പോൾ ഹരിശങ്കറിന്റെ കഴുത്തിലും കയർ മുറുകുന്നതുപോലെ അയാൾക്ക് തോന്നി. ഒരു ദിവസം രാവിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കാൻ ശ്രമിച്ച ഹരിശങ്കർ കണ്ട കാഴ്ച അയാളുടെ യുക്തിബോധത്തെ എന്നേക്കുമായി തകർത്തു. ദേവിക അടുക്കളയുടെ ടൈൽസ് പാകിയ തറയിലിരുന്നുകൊണ്ട് കളിമണ്ണും കരിയും ഉപയോഗിച്ച് ഒരു കല്ലെടുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ ആധുനിക അടുക്കളയ്ക്ക് നടുവിൽ 1980കളിൽ കേശവഭദ്രൻ ഉപയോഗിച്ചിരുന്ന അതേ മാതൃകയിലുള്ള ഒരടുപ്പ്. എൻ്റെ അടുക്കള, എൻ്റെ അടുപ്പ്. ദേവികയുടെ വായിലൂടെ കേശവഭദ്രന്റെ സ്വരം മുഴങ്ങി. ഈ പാഴായിപ്പോയ സ്റ്റവിലൊന്നും എൻ്റെ വിശപ്പടങ്ങില്ല. ഹരിശങ്കർ കല്ലെടുപ്പ് തകർക്കാൻ ശ്രമിച്ചപ്പോൾ ദേവികയുടെ കൈകൾ ഒരദൃശ്യ ശക്തിയാൽ അയാളെ പിടിച്ചു തള്ളി. ഹരിശങ്കർ തറയിൽ വീണു. ദേവികയുടെ കണ്ണുകളിൽ തറവാട്ടിൽ തൻ്റെ അവകാശാവകാശം സ്ഥാപിക്കുന്ന ഒരു പഴയ യജമാനന്റെ ക്രൂരമായ ഭാവം. പിന്നീട് ദേവിക മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഹരിശങ്കർ അടുത്തു ചെന്ന് നോക്കുമ്പോൾ ദേവിക തൻ്റെ കഴുത്തിൽ മെല്ലെ തലോടും. അവളുടെ കഴുത്തിൽ യാതൊരു പാടുമില്ല. പക്ഷേ ഒരു ദിവസം ദേവിക തല തിരിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഹരിശങ്കർ കണ്ണാടിയിലേക്ക് നോക്കി. അവളുടെ പ്രതിബിംബത്തിൽ കഴുത്തിൽ ഒരു കറുത്ത കയർ മുറുകി തൂങ്ങിക്കിടക്കുന്നതിൻ്റെ നീല നിറമുള്ള പാട്. അത് അവളുടെ ശരീരത്തിലല്ല, ആത്മാവിൻ്റെ രൂപത്തിൽ പതിഞ്ഞ ശാപമാണ്. ദേവികയുടെ ശരീരത്തിലെത്തിയ കേശവഭദ്രന്റെ ആത്മാവ് ഹരിശങ്കറിന്റെ മാനസിക നിലയെ തകർക്കാൻ ഓരോ നിമിഷവും ശ്രമിക്കുകയായിരുന്നു. തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയില്ലെന്നും അവളിനി കേശവഭദ്രന്റെ വാഹകയാണെന്നും ഹരിശങ്കറിന് മനസ്സിലായി. നഗരത്തിലെ ആധുനിക ഫ്ളാറ്റ് ഇപ്പോൾ കീഴേടത്ത് തറവാടിന്റെ വടക്കേ മുറിയായി മാറിയിരിക്കുന്നു. അവസാനത്തെ വെളിപ്പെടുത്തൽ. ഭാനിയുടെ പെരുമാറ്റത്തിലെ ഭീകരമായ മാറ്റങ്ങൾ ഹരിശങ്കറിനെ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കെത്തിച്ചു. അദ്ദേഹം തൻ്റെ അച്ഛൻ വാസുദേവൻ നമ്പൂതിരിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. അച്ഛാ, ദേവിക അവൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അവൾ വേറെ ഏതോ ഒരാളാണ്. ഹരിശങ്കർ വിതുമ്പി. വാസുദേവൻ നമ്പൂതിരിയുടെ മുഖം വിളറി. 44 വർഷം മുൻപ് തറവാട്ടിൽ നിന്ന് ഓടിപ്പോന്ന അതേ ഭയം. മകനും മരുമകളും ആ ശാപം ഏറ്റെടുത്തുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഹരിശങ്കറിനോട് പറഞ്ഞു, എൻ്റെ കഴുത്തിൽ ഒരു കറുത്ത കയറ് വലിഞ്ഞു മുറുകുന്നതുപോലെ തോന്നിയ രാത്രി ഞാൻ അലറി ഓടിപ്പോന്നത് ആ വീടെൻ്റേതല്ല എന്ന ദുർശക്തി വിളിച്ചു പറഞ്ഞപ്പോഴാണ്. ഹരി, കീഴടത്ത് തറവാട് അത് വീടിനു വേണ്ടി മാത്രം വാദിക്കുന്നതല്ല, അത് രക്തത്തിനു വേണ്ടിയാണ്. ദേവികയെ ഞാൻ അടുക്കളയിൽ വെച്ച് കണ്ടു.
അവളുടെ കണ്ണുകൾ അത് തീയുടെ നിറമായിരുന്നു. അവൾ തറവാടിന്റെ പഴയ തൃശൂർ ശൈലിയിൽ എന്നോട് അലറി, വാസുദേവ, എന്റെ തറവാടുപേക്ഷിച്ച് ഓടിപ്പോന്ന നിന്റെ മകനും മരുമകളും വലിയ വില കൊടുക്കേണ്ടി വരും. എന്റെ പരമ്പരയിലെ ഒരു അംഗത്തിന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഭയന്നുപോയി ഹരി. അതേ രൂപം, അതേ സ്വരം. ഇത് കേട്ട സുഭദ്ര നിശബ്ദയായി ഹരിശങ്കരന്റെ മുന്നിൽ ഒരു തുണിക്കെട്ട് വെച്ചു. അത് തറവാടുപേക്ഷിച്ച് ഓടിപ്പോന്നപ്പോൾ സുഭദ്ര കൊണ്ടുവന്ന ചിതലെടുക്കാൻ തുടങ്ങിയ പഴയ താളിയോലയുടെ ബാക്കിയുള്ള ഭാഗമായിരുന്നു. അതിൽ പഴയ പൂജാചാര്യൻ കൈപ്പടയിൽ എഴുതി ചേർത്ത ഏറ്റവും ഭീകരമായ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. കേശവഭദ്രന്റെ ആത്മാവ് വീടിന്റെ ഭിത്തികളിൽ കെട്ടിപ്പടുക്കപ്പെട്ടതുകൊണ്ട് ഭൂമിയുടെ അതിർത്തി വിട്ട് പുറത്ത് പൂർണ്ണശക്തിയോടെ നിലനിൽക്കാൻ കഴിയില്ല. അതിന് സ്വന്തം പരമ്പരയിലെ ഒരാളെ വാഹകൻ ആക്കണം, വെസൽ. ആ വാഹകന്റെ ശരീരത്തിലൂടെ മാത്രമേ അതിന് നഗരത്തിലേക്ക് പ്രവേശിക്കാനും പൂർണ്ണമായ പ്രതികാരം നേടാനും കഴിയൂ. ശാപം വാഹകനെ കണ്ടെത്തിയാൽ വീട് അതിന്റെ ലക്ഷ്യം ഉപേക്ഷിക്കും. പക്ഷേ ഒരു വാഹകനെ നശിപ്പിച്ചാൽ ആത്മാവ് ഉടനെ തന്നെ അടുത്ത വാഹകനെ തേറിയും. ഈ ശാപത്തിന് ഒരവസാനമില്ല. നിനക്ക് മനസ്സിലായോ ഹരി? സുഭദ്രയുടെ കണ്ണിൽ കണ്ണീരിനു പകരം ഭയമായിരുന്നു. നീ വാതിൽ തുറന്നുകൊടുത്തപ്പോൾ ശാപം ദേവികയെ തന്റെ വാഹകയാക്കി. വീട് നിന്നെ ഉപേക്ഷിച്ചു. പക്ഷേ ദേവിക... ഹരിശങ്കർ തലകറങ്ങി നിലത്തേക്ക് വീഴാൻ പോയി. തന്റെ യുക്തിബോധം തകർന്നുപോയപ്പോൾ താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്റെ പ്രിയപ്പെട്ടവളെ ശാപത്തിന് ഉറ്റിക്കൊടുത്തതാണെന്ന് ഹരിശങ്കർ തിരിച്ചറിഞ്ഞു. താൻ തറവാടിന് സ്വാതന്ത്ര്യം നൽകാൻ ശ്രമിച്ചപ്പോൾ ശാപത്തിന് അതിർത്തി കടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. ശാപത്തിന്റെ ഒളിച്ചോട്ടം. ഹരിശങ്കർ ഇനി ഒരു വാദത്തിനും ന്യായീകരണത്തിനും ഇല്ലെന്ന് മനസ്സിലാക്കി ദേവികയെയും കൂട്ടി പഴയ കാവിലേക്ക് തിരിച്ചു. നഗരത്തിലെ ഫ്ളാറ്റിന്റെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് അവർ ആ ശാപത്തിന്റെ ഉറവിടത്തിലേക്ക് മടങ്ങി. കാർ കീഴടത്ത് തറവാടിന്റെ ചെളി നിറഞ്ഞ മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദേവികയുടെ കണ്ണുകൾ പൂർണ്ണമായും കറുത്തിരുണ്ടിരുന്നു. അതിൽ ചുവന്നൊരു തിളക്കം മാത്രം. എങ്ങോട്ടാണ് യാത്ര ഹരിശങ്കര? ദേവികയുടെ വായിൽ നിന്ന് കേശവഭദ്രന്റെ തണുത്ത സ്വരം മുഴങ്ങി. ഈ വാഹകനെ നശിപ്പിക്കാൻ നീ ശ്രമിച്ചാൽ ഞാൻ ഉടനെ തന്നെ നിന്റെ വാഹകനാകും. ഈ ശാപത്തിന് ഒരവസാനമില്ല. കീഴടുത്ത തറവാടിന്റെ പടിയിൽ കാർ നിന്നു. പുറത്ത് ഘോരമായ മഴ. മഴവെള്ളം ഇരുണ്ട ചോര പോലെ തറവാടിന്റെ കൽക്കെട്ടുകളിൽ നിന്ന് ഒഴുകിയിറങ്ങി. ഹരിശങ്കർ വിറയ്ക്കുന്ന കാലുകളോടെ കാറിൽ നിന്നിറങ്ങി. അയാൾ ദേവികയുടെ കരം വിട്ടു. അവളൊരു പാവയെപ്പോലെ നിലത്തേക്ക് തളർന്നു വീണു. തറവാടിന്റെ പ്രധാന വാതിൽ ഏതോ ഒരു അദൃശ്യശക്തിയാൽ അത് താനെ മലർക്കെ തുറന്നു. ഹരിശങ്കർ തന്റെ കൈകൂപ്പി ആ തണുത്ത ഇരുട്ടിനോട്, ആ നിഴലിനോട് അലറി, ഇതാ നിന്റെ വീട് കേശവഭദ്ര. ഇതെന്റേതല്ല. നീ ഇതിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കണം. ഇവളെ വിടുക, എന്നെ വിടുക, എന്റെ കുടുംബത്തെ വിടുക. അവകാശവാദം വീടിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ദേവികയുടെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത കട്ടികൂടിയ നിഴൽ രൂപം വടക്കേ മുറിയിലേക്ക് ഇഴഞ്ഞുപോയി. ആ നിഴൽ നീങ്ങുമ്പോൾ കൽത്തറയിൽ ഒരു തരം ഉരസൽ ശബ്ദം കേട്ടു. ദേവിക തളർന്ന് നിലത്ത് കിടന്നു. കേശവഭദ്രൻ പൂർണ്ണമായും വിട്ടുപോയതുപോലെ. അവളുടെ കണ്ണുകൾക്ക് തിരികെ സാധാരണ നിറം വന്നു. അവൾ പേടിയോടെ ഹരിശങ്കരനെ നോക്കി. ഹരി, നമ്മൾ രക്ഷപ്പെട്ടോ? അപ്പോഴാണ് ഹരിശങ്കർ ആ ഭയങ്കരമായ കാഴ്ച കണ്ടത്. വടക്കേ മുറിയുടെ ഇരുട്ടിൽ നിന്ന് കേശവഭദ്രന്റെ ഭ്രാന്തമായ ചിരിയുയർന്നു. നീയൊരു നല്ല വാഹകനായിരുന്നു മരുമകളെ. പക്ഷേ ഞാൻ പോകില്ല. ഞാൻ പോയിട്ടില്ല. ഹരിശങ്കർ നിലത്ത് കിടന്നിരുന്ന ദേവികയുടെ ഇടതുകൈയിലേക്ക് നോക്കി. അവിടെ ശാപം പൂർണ്ണമായും വിട്ടുപോകാതിരുന്നതിൻ്റെ ഭയങ്കരമായ തെളിവ്. അവളുടെ കൈത്തണിയിൽ ആഴത്തിൽ ചുവന്നുപോയ ഒരു മുറിവ്. അത് കയർ മുറുകിയതിൻ്റെ പാടായിരുന്നില്ല. അത് കരുത്ത, ജീർണിച്ച ഒരു ചരടുപോലെ അവളുടെ ചർമ്മത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. അതായിരുന്നു ആത്മാവിൻ്റെ അവസാനത്തെ പങ്കാളിത്തം. നിന്റെ ഭാര്യയെ കൊണ്ടുപോയാൽ നീ അടുത്ത വാഹകനാകും. അതുകൊണ്ട് ഈ ചരട് ഇതവളുടെ കയ്യിലുണ്ടാകും. ഞാൻ അവൾക്കുള്ളിൽ ഒളിച്ചിരിക്കും.
കേശവഭദ്രന്റെ അലർച്ച വടക്കേ മുറിയുടെ ഭിത്തികളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ ചിരി കേട്ട് ആ നിഴൽ വീശിയ കയ്യിൽ ഹരിശങ്കരന്റെ കഴുത്തിൽ ഒരു ചറുത്ത കയർ മുറുകുന്നതുപോലെ തോന്നി. ശാപത്തിന്റെ അടുത്ത ഇര ഹരിശങ്കരാണോ, അതോ ദേവികയിൽ ഒളിച്ചിരിക്കുന്ന ആ കറുത്ത ചരടാണോ ശാപത്തിന്റെ യഥാർത്ഥ വാഹകൻ? എല്ലാം ഉപേക്ഷിച്ച് നിലച്ച ഹൃദയമിടിപ്പോടെ തിരികെ അവർ നഗരത്തിലേക്ക് മടങ്ങി. ഇന്നും പഴയകാവ് ഗ്രാമത്തിലെ ആൾക്കാർ കീഴെടുത്ത് തറവാടിന്റെ അടുത്തേക്ക് പോകാറില്ല. രാത്രികാലങ്ങളിൽ അകത്തുനിന്നൊരു പുരുഷന്റെ ഭ്രാന്തമായ ചിരിയും തൊട്ടടുത്തൊരു സ്ത്രീയുടെ ദയനീയമായ കരച്ചിലും അവർ ഇപ്പോഴും കേൾക്കാറുണ്ട്. എന്റെ കയറ്, എന്റെ കയറ്. ശാപം കീഴടത്ത് തറവാട്ടിൽ തങ്ങി നിൽക്കുകയായിരുന്നില്ല. അത് ഹരിശങ്കരന്റെ കൂടെ നഗരത്തിലെത്തി ദേവികയുടെ കയ്യിലെ ആ കറുത്ത മുറിവിൽ ഒളിച്ചിരിക്കുന്നു. ഈ ശാപത്തിന് ഒരവസാനമുണ്ടായിരുന്നില്ല.